ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു മുളക് ബജിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുളക് ചമ്മന്തിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് മുളക് ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ ചൂടായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 10 വറ്റൽമുളകിട്ട് ചെറുതായി വഴറ്റി കൊടുക്കുക. മുളക് നന്നായി ചൂടായതിനു ശേഷം 10-12 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ള് പഞ്ചസാര, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം പാൻ ഇറക്കി വെക്കാം. ചമ്മന്തിയിലെ പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് പഞ്ചസാര നമ്മൾ ചേർക്കുന്നത്. ഇത് ചൂടാറിയതിന് ശേഷം ജാറിലേക്കിട്ട് കുറച്ച് പുളിയും ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു പോവരുത്. മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ബജി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ മുളകുകൾ ഓരോന്നായി എടുത്ത് നടുകെ കീറി ഇതിൻ്റെ അരികൾ മാറ്റിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ നടു കീറാതെ തന്നെ മുഴുവനായും ഈ മുളക് പൊരിച്ചെടുക്കാം. കുറച്ച് എരിവുണ്ടാവും മാത്രം. ഞാനിവിടെ കീറിയതിന് ശേഷമാണ് ബജി ഉണ്ടാക്കുന്നത്. ഇനി ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 250 ഗ്രാം കടലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി മാവ് തയ്യാറാക്കാം. ഈ മാവ് മുളകുമേ പിടിക്കുന്ന രൂപത്തിലുള്ളതായിരിക്കണം. വെള്ളം ഏറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കേണ്ടതാണ്. നമുക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം ഓരോ മുളകും ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. ഒരു ഭാഗം നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. രണ്ട് ഭാഗവും ആവശ്യത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളത് കൂടി പൊരിച്ചെടുക്കാം. സ്വാദിഷ്ടമായ മുളക് ബജിയും മുളക് ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching.